സെന്റ് തോമസ് LP സ്കൂൾ അരിഞ്ചേർമല വാർഷിക റിപ്പോർട്ട് 2024-25. അറിവിന്റെ പുതുവെളിച്ചം തലമുറകൾക്ക് പകർന്നു നൽകാൻ ഇരുളാകുന്ന അജ്ഞതയെ വെളിച്ചമാകുന്ന വിദ്യയാൽ നീക്കി ഉറച്ചതും അർത്ഥപൂർണവുമായ ജീവിതം പടുത്തുയർത്താൻ അരിഞ്ചേർമലയിലെ തലമുറകളെ സഹായിക്കുന്ന വിദ്യാകേന്ദ്രമായ സെന്റ് തോമസ് LP സ്കൂൾ രൂപം കൊണ്ടിട്ട് 42 വർഷങ്ങൾ പിന്നിടുന്നു. അക്ഷരത്തേരേറി ആയിരങ്ങൾ പടിയിറങ്ങിയ ഈ വിദ്യാലയം ഇനിയും അനേകം തലമുറകൾക്ക് അറിവിന്റെ ആലയമായി മാറാൻ സർവേശ്വരൻ സഹായിക്കട്ടെ. മാനേജ്മെന്റ് 1983 ജൂൺ 15 ബഹുമാനപ്പെട്ട മാത്യു പാംബ്ലാനി അച്ഛന്റെ നിതാന്ത ജാഗ്രതയുടെ ഫലമായി ആരംഭിച്ച ഈ പ്രാഥമിക വിദ്യാകേന്ദ്രത്തിന് കരുത്തു പകരുന്നത് ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റാണ്. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ രക്ഷാധികാരികളായ അഭിമന്യ മാർ ജോസ് പൊരുന്നേടം പിതാവ്, അഭിമന്യമാർ അലക്സ് താരാമംഗലം പിതാവ്, ദീർഘവീക്ഷണത്തോടെ ഞങ്ങളെ നയിക്കുന്ന കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴ, എന്നും എപ്പോഴും നമുക്കൊപ്പമുള്ള സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് തേക്കനാടിയുടെയും സഹായ സഹകരണങ്ങളും ഇടവക ജനവും പൊതുസമൂഹവും നൽകുന്ന പിന്തുണയും വിദ്യാലയ വളർച്ചയുടെ നാൾവഴികളിൽ കരുത്താകുന്നു. പഴമയുടെ തളർച്ചയിൽ നിന്നും പുതുമയുടെ ഉയർച്ചയിലേക്ക് വിദ്യാലയത്തെ രൂപപ്പെടുത്തിയ ബഹുമാനപ്പെട്ട പോൾ എടയക്കൊണ്ടാട്ട് അച്ഛനെയും മുൻ മാനേജർമാരെയും പൂർവ്വ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു. വിദ്യാലയ ആരംഭം മുതൽ 18 വർഷക്കാലം ഈ വിദ്യാലയത്തിന്റെ ഉണർവും ഊർജവുമായിരുന്ന 2001 ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ എൽസമ്മ ടീച്ചറിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം. ഗുരുപൂജ 2024-25 അധ്യയന വർഷത്തിൽ പ്രിയ അധ്യാപകരായ തുഷാര PD, അബ്ദുൾ റഹീം എന്നിവർക്ക് പകരമായി ജിഷ ജോർജ്, അബ്ദുൾ സലാം MH എന്നീ അധ്യാപകർ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രധാന അധ്യാപിക ശ്രുതി ലോനപ്പിന്റെ നേതൃത്വത്തിൽ 4 അധ്യാപകരും 2 SSG അംഗങ്ങളും ഒരു മെന്റർ ടീച്ചറും അധ്യാപകരായി സേവനം ചെയ്യുന്നു. അതോടൊപ്പം പ്രീ പ്രൈമറി വിഭാഗത്തിൽ 2 അധ്യാപകരും സേവനമനുഷ്ഠിക്കുന്നു. പ്രവേശനോത്സവം ചിമ്മിക്കരഞ്ഞും കൊഞ്ചിച്ചിരിച്ചും അവരെത്തി. LKG-യിലേക്കും 1ാം ക്ലാസ്സിലേക്കുമായി വന്നെത്തിയ പൊന്നോമനകളെ സ്വീകരിക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒത്തുചേർന്നു. സമ്മാനങ്ങൾ നൽകിയും ആടിയും പാടിയും പ്രവേശനോത്സവം അവിസ്മരണീയമായി. 2024-25 അധ്യയന വർഷത്തിൽ പ്രീ പ്രൈമറി ഉൾപ്പെടെ 122 കുരുന്നുകൾ ഈ വിദ്യാലയത്തിൽ വിദ്യാഭ്യസിക്കുന്നു. രക്ഷാകർതൃ സമിതി വിദ്യാലയത്തിലെ പ്രഥമ PTA യോഗം ജൂൺ 13 നടത്തപ്പെട്ടു. അന്നേ ദിവസം PTA പ്രസിഡന്റായി ആനന്ദ് PTയും മദർ PTA പ്രസിഡന്റായി സലീന ഷമീറും തെരഞ്ഞെടുക്കപ്പെട്ടു. അക്കാദമിക പ്രവർത്തനങ്ങൾ കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ബ്രെയിൻ ബ്ലിറ്റ്സ് കാലത്തിനൊത്ത് വിദ്യാർത്ഥികളെ അപ്ഡേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിജ്ഞാനം ദിനാചരണങ്ങൾ, ആനുകാലിക സംഭവങ്ങൾ, പത്രവാർത്തകൾ എന്നിവയെ മുൻനിർത്തി പ്രതിമാസ ക്വിസ് നടത്തി വിജയികളെ കണ്ടെത്തുകയും വർഷാവസാനം നടത്തുന്ന മെഗാ ക്വിസ് വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകുകയും ചെയ്യുന്നു. വിദ്യാപരിചയം കുരുന്നുകളിലെ വായനാശീലം ഉയർത്തി അറിവ് നേടുവാൻ വിദ്യാപരിചയം എന്ന പേരിൽ പ്രതിദിന ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഓരോ ദിവസത്തെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. സ്റ്റാർസ് മാതൃഭാഷാ പഠനത്തോടൊപ്പം ആംഗലേയ ഭാഷയിലും അടിസ്ഥാനമുറപ്പിക്കാൻ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നൽകി വരുന്നു. ഓരോ മാസാവസാനവും പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നവരുടെ ഫോട്ടോസ് പ്രത്യേക ബോർഡിൽ പ്രദർശിപ്പിക്കുകയും അവരെ സ്റ്റാർസ് ഓഫ് ദ മന്ത് ആയി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ പുസ്തകം വായിച്ചു വളരാൻ അവസരമൊരുക്കുന്ന ഇന്നത്തെ പുസ്തക പ്രവർത്തനത്തിലൂടെ ഓരോ ആഴ്ചയിലും ഓരോ പുസ്തകങ്ങൾ പരിചയപ്പെടാനും വായനാക്കുറിപ്പുകൾ തയ്യാറാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. കുഞ്ഞെഴുത്ത് കുഞ്ഞു വായന ഓരോ വിദ്യാർത്ഥിയെയും കരസ്ഥമാക്കേണ്ട അടിസ്ഥാന ശേഷിയായ വായനയും എഴുത്തും ഉറപ്പിക്കുന്നതിനായി 100 ദിനം 100 വായനക്കാർഡുകൾ അധ്യാപകർ തയ്യാറാക്കി നൽകുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും വായനയിലൂടെ എഴുത്തിലൂടെയും പ്രാവീണ്യം നേടാൻ ഈ പ്രവർത്തനം സഹായകരമാക്കുന്നു. ഗണിതം മധുരം സങ്കലനം, ഗുണനം എന്നീ ഗണിതക്രിയകൾ ഉറപ്പിക്കുന്നതിനായി എല്ലാ ദിവസവും ഉച്ചസമയത്ത് മൈക്കിലൂടെ ഗുണന പട്ടികയും സങ്കലന പട്ടികയും ചൊല്ലാൻ അവസരം കൊടുക്കുന്നത് വിദ്യാർത്ഥികളിൽ മത്സരബുദ്ധി ഉണർത്തുന്നു. അക്ഷരത്തേര് പ്രത്യേക പഠന പിന്തുണ അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ
മൊഡ്യൂൾ പ്രകാരം പരിശീലനം നൽകി അവരെ മികവുറ്റവരാക്കാൻ മെന്റർ ടീച്ചറുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നൽകുന്നു. LSS പരിശീലനം. അക്കാദമിക മികവിലേക്കൊരു പടികൂടി മുന്നേറാൻ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയം നേടാൻ സെപ്റ്റംബർ മാസം മുതൽ പ്രത്യേക പരിശീലനം നൽകി വരുന്നു. സെന്റ് തോമസ് വോയ്സ് 9.5 FM റേഡിയോ. ഓരോ മാസവും ഓരോ ക്ലാസ്സുകാരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ചകളിൽ ഉച്ചസമയത്ത് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ റെക്കോർഡ് ചെയ്ത് വിദ്യാലയത്തിൽ പൊതുവായി പ്രക്ഷേപണം ചെയ്യുന്നു. അബാക്കസ്. ഗണിത ചതുഷ്ക്രിയകൾ അനായാസം ചെയ്യുവാൻ സഹായിക്കുന്ന അബാക്കസ് പരിശീലനം എല്ലാ വെള്ളിയാഴ്ചകളിലും നൽകുന്നു. വീട്ടകങ്ങളിലേക്ക്. ഓരോ വിദ്യാർത്ഥിയുടെയും കുടുംബ പശ്ചാത്തലം കൂടുതൽ അറിയാനും സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ പിന്തുണയ്ക്കുവാനും വർഷത്തിൽ 2 ഘട്ടങ്ങളിലായി മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഗൃഹസന്ദർശനം നടത്തുന്നു. സെപ്റ്റംബർ മാസത്തോടെ ആദ്യഘട്ടം പൂർത്തിയാക്കി. ഇന്നത്തെ ചിന്ത. ഓരോ ദിനവും നല്ല ചിന്തകളാൽ കുഞ്ഞു മനസ്സുകൾ നിറയ്ക്കാൻ മഹത് വചനങ്ങൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുന്നു. ജന്മദിനം സവിശേഷ ദിനം. ജന്മദിനം ആഘോഷിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫോട്ടോ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആശംസകൾ നേരുകയും ചെയ്യുന്നു. വായനാമുല. വായനയുടെ വിശാല ലോകം കയ്യെത്തിപ്പിടിക്കാൻ ഓരോ ക്ലാസ് മുറിയിലും പുസ്തക ചങ്ങാതിമാർക്കൊരു ഇരിപ്പിടമൊരുക്കി വായനാമുലകൾ സജ്ജീകരിച്ച് ഇടവേളകളിൽ പുസ്തകങ്ങൾ വായിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി. കമ്പ്യൂട്ടർ പഠനം. ആധുനിക സാങ്കേതിക വിദ്യയിൽ അടിസ്ഥാന പാഠങ്ങൾ ആർജിക്കാൻ പ്രത്യേക കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്നു. ലാപ്ടോപ്പുകൾ അനായാസം കൈകാര്യം ചെയ്യാനും കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവർത്തനങ്ങൾ ചെയ്യാനും വിദ്യാർത്ഥികൾ പ്രാപ്തരാകുന്നു. മികവുകൾ, നേട്ടങ്ങൾ. 2023-24 അധ്യയന വർഷത്തെ നല്ല പാഠ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ തലത്തിൽ A+ ഗ്രേഡ് പുരസ്കാരവും സീഡ് പ്രവർത്തനങ്ങൾക്ക് ഹരിതമുകുളം പ്രോത്സാഹന പുരസ്കാരവും നേടാൻ സാധിച്ചു. ദീപിക കളർ ഇന്ത്യൻ ചിത്രരചനാ മത്സരത്തിൽ നിറങ്ങൾ ചാലിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകളും സ്കൂൾ തല വിജയികൾക്ക് മൊമന്റോയും ലഭിച്ചു. വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി വർണ്ണോത്സവം ജില്ലാതലത്തിൽ ലളിതഗാനത്തിൽ 1ാം സ്ഥാനം നേടി. മാനന്തവാടി ഉപജില്ലാതല ഗണിതശാസ്ത്രമേളയിൽ ക്വിസ് മത്സരത്തിൽ 2ാം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ കുടനിർമ്മാണം, ചവിട്ടി നിർമ്മാണം എന്നിവയിൽ 1ാം സ്ഥാനവും ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളിൽ മത്സരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും മികച്ച ഗ്രേഡുകൾ എന്നിവ കരസ്ഥമാക്കി. മാനന്തവാടി ഉപജില്ലാതല കലാമേളയിൽ സംഘഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ 1ാം സ്ഥാനവും മാപ്പിളപ്പാട്ട്, ലളിതഗാനം, ദേശഭക്തിഗാനം എന്നീ ഇനങ്ങളിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളും നേടിയെടുത്ത് പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച ഗ്രേഡുകൾ കൈവരിച്ചു. LP ജനറൽ വിഭാഗത്തിൽ 10ാം സ്ഥാനവും LP അറബിക് കലാമേളയിൽ 4ാം സ്ഥാനവും കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തിയ പ്രിയ കുരുന്നുകൾക്ക് അഭിനന്ദനങ്ങൾ. ബെത്ലഹേം ബീറ്റ്സ്. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ ബെത്ലഹേം ബീറ്റ്സ് സീസൺ 2 കരോൾ ഗാന മത്സരത്തിൽ LP വിഭാഗത്തിലെ 10 വിദ്യാലയങ്ങളോട് മത്സരിച്ച് സെന്റ് തോമസ് LP സ്കൂൾ അരിഞ്ചേർമല 2ാം സ്ഥാനം കരസ്ഥമാക്കി. വിദ്യാരംഗം കലാസാഹിത്യവേദി. വിദ്യാർത്ഥികളിലെ സർഗചിന്തകളെ പരിപോഷിപ്പിക്കാൻ അവസരമൊരുക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വൈകരി തത്സമയ മാഗസിൻ നിർമ്മാണം നടപ്പിലാക്കി. കപ്പ് ബുൾബുൾ. വിദ്യാർത്ഥികളെ സമൂഹത്തിനൊത്തവരാക്കുക, അവരിൽ നേതൃപാഠവും വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കപ്പ് ബുൾബുൾ പ്രസ്ഥാനം വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. നല്ല പാഠം സീഡ്. സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും നന്മയുടെ സന്ദേശം പകരാനും തയ്യാറായി നല്ല പാഠം സീഡ് ക്ലബ് അംഗങ്ങൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. വോട്ട് 24. വാശിയും ആവേശവും നിറഞ്ഞ മത്സര പോരാട്ടത്തിനൊടുവിൽ 2024-25 വർഷത്തെ സ്കൂൾ പാർലമെന്റ് ചുമതലയേറ്റപ്പോൾ കുമാരി ദേവാജന ലിജിത്ത് സ്കൂൾ ലീഡറായും മാസ്റ്റർ ഹാദി മുഹമ്മദ് ഡെപ്യൂട്ടി ലീഡറായും ആൻഡ്രിയ എലിസബത്ത് കലാകായിക മന്ത്രിയായും അലൻ ടി ജോർജ് ആരോഗ്യ സുരക്ഷാ മന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. കലോത്സവം, കായികോത്സവം. കുട്ടിക്കുരുന്നുകൾക്ക് ആടിയും പാടിയും അഭിനയിച്ചും കലയുടെ അരങ്ങൊരുക്കാൻ തിരിതെളിഞ്ഞതോടെ കുരുന്നു പ്രതിഭകൾ വേദിയിൽ വീറോടെയും വാശിയോടെയും മത്സരിച്ചു. വിദ്യാലയാങ്കണം കായികമേളയ്ക്ക് വേദിയായപ്പോൾ ട്രാക്കിലേക്ക് ഓടിക്കയറിയവർ ആവേശപൂർവ്വം മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അവരെ ഹാരം കൊള്ളിച്ചുകൊണ്ട് ചങ്ങാതിക്കൂട്ടം കരഘോഷം മുഴക്കി. പരിസ്ഥിതി ദിനം. പനമരം സർവീസ് സഹകരണ ബാങ്കിന്റെ ഹരിതം സഹകരണം പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച പ്ലാവിൻ തൈ വിദ്യാലയ അങ്കണത്തിൽ നട്ടുകൊണ്ട് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോസ് തേക്കനാടി പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചു.
വൈഖരി 2024 വായനാ വാരാചരണ സമാപനത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടന കർമ്മം തത്സമയ സൃഷ്ടിയിലൂടെ തയ്യാറായ മാഗസിന് കവർ പേജ് നൽകി പ്രകാശനം ചെയ്തുകൊണ്ട് സഞ്ചാര സാഹിത്യകാരനും ചെറുകര ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപകനുമായ ബിജു പോൾ സാർ നിർവഹിച്ചു. സുൽത്താനും കുട്ടിയോളും ബേപ്പൂർ സുൽത്താന്റെ ബാല്യകാല സഖി എഴുത്തിന്റെ 80 വർഷം പൂർത്തിയാക്കിയ ബഷീർ ദിനത്തിൽ ബഷീറിനെ കാണാനെത്തിയ 40 സുഹറമാരും 40 മജീദുമാരും ഏവർക്കും നവ്യാനുഭവമായി. അലീന സ്മാരക വായനശാലയിൽ വെച്ച് നടത്തിയ ബഷീർ അനുസ്മരണ ചടങ്ങിൽ വെച്ച് ബഷീറിന്റെ അടുത്ത സുഹൃത്തായ ശ്രീ എച്ച് ഗോപിയുമായി അഭിമുഖ സംഭാഷണം നടത്താനും ബഷീർ അദ്ദേഹത്തിന് അയച്ച കത്തുകൾ വായിക്കുവാനും അവസരമൊരുക്കി. ഹിരോഷിമ നാഗസാക്കി ദിനം സമാധാനവും സന്തോഷവും പുലരുന്ന നല്ല നാളുകൾക്കായി സ്വരമുയർത്തി ഇനിയൊരു യുദ്ധം വേണ്ടേ എന്നവർ ഏറ്റുപറഞ്ഞു. സഡാക്കോ കൊക്കുകൾ പറത്തിയും യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ പ്രദർശിപ്പിച്ചും ഈ ദിനം അർത്ഥവത്താക്കി. ജയഹേ സ്വാതന്ത്ര്യത്തിന്റെ അമൃത് പകർന്നേകിയ 77 വർഷങ്ങളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായി നടത്തപ്പെട്ടു. വിമുക്ത ഭടൻ ശ്രീ വി അബ്ദുള്ള സാർ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവർക്കായി കബ്ബ് ബുൾബുൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥന നടത്തി. വന്ദനം രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സ്നേഹം അധ്യാപകരായ ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കിയ അധ്യാപക ദിനാചരണം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് അജിത് കാന്തി സാർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹവചസ്സുകളാലും സ്നേഹോപഹാരങ്ങളാലും ഞങ്ങളെ ആദരിച്ച അലീന സ്മാരക വായനശാല പ്രവർത്തകരെയും രക്ഷിതാക്കളെയും സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർക്കുന്നു. തകർത്തോണം ആവേശവും ആഹ്ലാദവും വാശിയേറിയ മത്സരങ്ങളും ഓണക്കളികളും പൂക്കളമൊരുക്കലും ഒടുവിൽ വിഭവസമൃദ്ധമായ സദ്യയും പാലട പായസവും അരിഞ്ചേർമലയുടെ തകർത്തോണത്തിന് വിദ്യാലയത്തിൽ നിന്നും തുടക്കം കുറിച്ചു. ലഹരി വിരുദ്ധ ദിനം ലഹരിയിൽ മയങ്ങുന്ന ജീവിതം വീടിനും നാടിനും ആപത്ത് എന്ന സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു നൽകുകയെന്ന ലക്ഷ്യത്തോടെ പോസ്റ്റർ നിർമ്മാണം, കൊളാഷ് നിർമ്മാണം, ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ എന്നീ പ്രവർത്തനങ്ങൾ ക്ലാസ് തലത്തിൽ നടത്തപ്പെട്ടു. കണിയാമ്പറ്റ ടൗണിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ഫ്ലാഷ് മോബ് ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതായിരുന്നു. കർഷക ദിനം വിത്തറിഞ്ഞ് വിളവറിയാൻ കുട്ടി കർഷകർ വയലിലേക്ക് ഇറങ്ങിയ ദിനം. ഞാറ്റുപാട്ടുകളും ഞാറുനടലുമായി കാർഷിക വൃത്തിയിൽ ഭാഗഭാക്കാകാൻ അവസരമൊരുക്കിയപ്പോൾ കുട്ടികൾ ആവേശത്തോടെ പങ്കുചേർന്നു. ശിശുദിനം കുട്ടിക്കുരുന്നുകൾ ആർപ്പുവിളിയും ആട്ടവും പാട്ടുമായി ഒന്നിച്ചാഘോഷിച്ച ശിശുദിനത്തിൽ വിശിഷ്ടാതിഥികളായതും കൊച്ചു കൂട്ടുകാർ തന്നെ. നിഷ്കളങ്കമായ ബാല്യങ്ങൾ കൊച്ചു ചാച്ചാജിമാരായി പുഞ്ചിരി നിറഞ്ഞ വദനങ്ങളുമായി ശുഭ്രവസ്ത്രങ്ങൾ അണിഞ്ഞ് മുദ്രാവാക്യം വിളികളുമായി നടന്ന വഴികളിൽ മധുരം വിതരണം ചെയ്ത രക്ഷിതാക്കൾ അവരുടെ ആഹ്ലാദ നിമിഷങ്ങൾക്ക് അതിമധുരമേകി. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം കൈപിടിക്കാൻ കരുത്തേകാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഭിന്നശേഷി ദിന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളായി. പോസ്റ്റർ രചന, കളറിംഗ് മത്സരം എന്നിവ നടത്തപ്പെട്ടു. കേരള പിറവി മലയാള ഭാഷാ ദിനം മാതൃഭാഷയും മമനാടും മനോഹരം മാതൃവാത്സല്യം പോൽ വ്യത്യസ്ത പഠന പ്രവർത്തനങ്ങളിലൂടെ ഈ ദിനം വിദ്യാർത്ഥികൾ ആചരിച്ചു. ക്രിസ്തുമസ് താരകങ്ങൾ കണ്ണു ചിമ്മുന്ന മഞ്ഞു പെയ്യുന്ന ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ പുൽക്കൂടുകൾ ഒരുക്കിയും കരോൾ ഗാനങ്ങൾ പാടി സാന്തായ്ക്കൊപ്പം ചുവടുവെച്ചും നക്ഷത്രങ്ങളും ആശംസാ കാർഡുകളും നിർമ്മിച്ചും കുരുന്നുകൾ ഒരുങ്ങി. പ്രഭാത ഭക്ഷണം ഗോത്രവിഭാഗം വിദ്യാർത്ഥികളുടെ ശാരീരിക ആരോഗ്യം മുൻനിർത്തി അധ്യാപകർ പ്രഭാത ഭക്ഷണം ഒരുക്കി വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. പനവര ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ഉച്ചഭക്ഷണം വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. ആഴ്ചയിൽ 2 ദിവസങ്ങളിലായി പാലും 1 ദിവസം മുട്ടയും നൽകി വരുന്നു. വിഷവിമുക്തമായ പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കി അവ പരിപാലിച്ച് വിളവെടുത്തു വരുന്നു. വിദ്യാവാഹിനി ഗോത്രവിഭാഗം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന വിദ്യാവാഹിനി പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്നു.
വിദ്യാലയത്തിലെ കുരുന്നുകൾക്ക് അന്നം മുട്ടുന്ന ഷീബ ചേച്ചി, വിദ്യാർത്ഥികളെ സുരക്ഷിതമായി വിദ്യാലയത്തിലെത്തിക്കുന്ന അംസക്ക, ഷമീർക്ക, കാസിംക എന്നിവരെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു. വിദ്യാർത്ഥികളുടെ വായനയെ പരിപോഷിപ്പിക്കുന്നതിനായി മലയാള മനോരമ, മാതൃഭൂമി ദിനപത്രങ്ങൾ വിദ്യാലയത്തിനായി സ്പോൺസർ ചെയ്ത അലീന സ്മാരക വായനശാല അധികൃതർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നന്ദിയോടെ 2024-25 അധ്യയന വർഷം വിദ്യാലയത്തിന് നേട്ടങ്ങളുടെയും ദൈവകൃപയുടെയും വർഷമായിരുന്നു. അനുഗ്രഹദായകമായ ഈ വർഷം നൽകിയതിന് ദൈവത്തിന് നന്ദി. മികവുകളുടെ നെറുകയിലേക്ക് വിദ്യാർത്ഥികളെ കരം പിടിച്ചുയർത്താൻ അർപ്പണ മനോഭാവത്തോടെ നിരന്തരം പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക്, തങ്ങളുടെ വിലപ്പെട്ട സമയം വിദ്യാലയത്തിനായി മാറ്റിവെച്ച് നിരന്തരം ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന രക്ഷിതാക്കൾക്ക് മനം നിറഞ്ഞ നന്ദി.